ക്വസ്റ്റ്യൻ ഇട്ടത്? സമ്മതിച്ചു കേട്ടോ, സ്തുതിച്ചു, നിങ്ങളോട് സ്തുതിച്ചു. ഇങ്ങനെ പിള്ളേരെ ബുദ്ധിമുട്ടിക്കരുത്. അല്ല, ഒരു പേരൻസിൻ്റെ വേദന എന്നെപ്പോലെ അനേകം പേരൻസ് ഉണ്ട്. ഹലോ, നമസ്കാരം. ഇന്നേ ഈ കൃഷി വീഡിയോ ഒന്നുമല്ല, പണിയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പിള്ളേരുടെ, അതായത് SLC പിള്ളേരുടെ എക്സാം നടന്നുകൊണ്ടിരിക്കുക, മോഡൽ എക്സാം കേട്ടോ. ഒരു രക്ഷയില്ല കേട്ടോ. പിള്ളേരെ ആകെ, എനിക്കറിയത്തില്ല, നമ്മൾ ബ്രില്യൻ പിള്ളേരെ വാർത്തെടുക്കണമെന്നാണ് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. നല്ല പിള്ളേരെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല മെൻ്റലായിട്ടുള്ള പിള്ളേരെ എടുക്കേണ്ടി വരും. കാരണം ഇവർ പഠിച്ച് മടുത്തു. പിള്ളേർ മടുത്തു. കാരണം എക്സാം ഇന്നലെയൊക്കെ കെമിസ്ട്രിയുടെ എക്സാം എഴുതിയിട്ട് വന്നിട്ട് പിള്ളേർ പറയുക, അതായത് പഠിച്ചതാണ് പക്ഷേ ക്വസ്റ്റ്യൻ മനസ്സിലാവുന്നില്ല. എന്ത് എഴുതി വെക്കും? ക്വസ്റ്റ്യൻ മനസ്സിലായാലും എഴുതി വെക്കാൻ പറ്റുള്ളൂ. ഈ ഒരു സിറ്റുവേഷനിൽ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മാർക്കിനെ പറ്റി ഒന്നും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാനേ പറ്റത്തില്ല. കാരണം ടീച്ചേഴ്സിന് മനസ്സിലാവുന്നില്ല, പിള്ളേർക്ക് മനസ്സിലാവുന്നില്ല. ഇത് ആരാ പോലും ഈ ക്വസ്റ്റ്യൻ ഇട്ടത്? സമ്മതിച്ചു കേട്ടോ, സ്തുതിച്ചു, നിങ്ങളോട് സ്തുതിച്ചു. ഇങ്ങനെ പിള്ളേരെ ബുദ്ധിമുട്ടിക്കരുത്. അല്ല, ഒരു പേരൻസിൻ്റെ വേദന എന്നെപ്പോലെ അനേകം പേരൻസ് ഉണ്ട്. എന്ത് ചെയ്യാൻ? ഓണത്തിന് ഒരു പാറ്റേൺ, ക്രിസ്മസിന് ഒരു പാറ്റേൺ, ഇപ്പം മോഡൽ എക്സാമിന് വേറൊരു പാറ്റേൺ. ഒരു ബന്ധമില്ലാത്ത പാറ്റേൺ അനുസരിച്ചാണ് ഈ ക്വസ്റ്റ്യൻ തയ്യാറാക്കി. ഈ ഹിസ്റ്ററിക്ക് അതും പറ്റും. ഫ്രഞ്ച് റെവല്യൂഷൻ എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ പഠിക്കുന്ന കാലം തൊട്ടേ ഇതുണ്ട്. ഇത് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. അതെന്തിനാ? ഇത് ജസ്റ്റ് നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അറിയാൻ പറ്റുന്ന കാര്യം. എന്തിനാ ഈ പിള്ളേരെ ബുദ്ധിമുട്ടിക്കുന്നത്? അതോ ഫ്രഞ്ച് റെവല്യൂഷൻ പറഞ്ഞ ഒരു ചെറിയൊരു സംഭവം എടുത്തിട്ട് വലിച്ച് നീട്ടി വലിയ സംഭവമാക്കി വെച്ചിരിക്കുക. എന്നാൽ അത് മനസ്സിലാകുന്ന രീതിക്ക് പഠിപ്പിച്ചാൽ പോരെ. ഇതെന്തിനാ ഇത്രയും ബുദ്ധിമുട്ടിക്കുന്നത്? ആ ഒരു രീതിക്ക് എന്തിനാ ഇവരെ പഠിപ്പിക്കുന്നത്? ചെറിയ രീതിക്ക് മനസ്സിലാവുന്ന രീതിക്ക് പഠിപ്പിക്കണ്ടേ? അതല്ലേ നല്ലത്, അതല്ലേ വേണ്ടത്. ഫ്രഞ്ച് റെവല്യൂഷൻ എന്ത് ചെയ്യാൻ പറ്റും? ഇത് അങ്ങനെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുള്ളൂ കേട്ടോ. അത് തന്നെയാണ് എല്ലാം. വലിച്ചു നീട്ടുക, ചുരുക്കുക, ഒന്നും മനസ്സിലാകുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ ഇടുക. പഠിച്ചത് അവർക്ക് പഠിച്ചിട്ടാണല്ലോ മനസ്സിലായത്. ആ മനസ്സിലാകുന്ന രീതിക്ക് എഴുതാൻ പറ്റുന്ന രീതിക്ക് ക്വസ്റ്റ്യൻ ഇടണ്ടേ? അതുമില്ല. ഇത് ക്വസ്റ്റ്യൻ തയ്യാറാക്കിയോടെ സംഭവം. ഇനിയിപ്പം ബോർഡ് എക്സാമിന് വരുമ്പോൾ എന്ത് ചെയ്യും? ആരെയോട് ചോദിക്കും? ഒരു ഹെൽപ്പും എവിടെ നിന്നും കിട്ടത്തില്ല. വളരെ ടൈറ്റ് എക്സാം ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് വലിയ എഞ്ചിനീയറിങ്ങിൻ്റെ എക്സാം പോലെയാണ്. എന്നാൽ കുറച്ചൊരു വിട്ടുവീഴ്ച ചെയ്യാൻ മേലെ. ഇതൊന്നുമില്ല. പിന്നെ മാർക്ക് വല്ലതും അഡ്ജസ്റ്റ് ചെയ്ത് വല്ലതും ഇട്ട് രക്ഷിച്ച് എടുക്കുക ഞങ്ങളുടെ പിള്ളേരെ. അല്ലാതെ എന്നാ ചെയ്യാൻ പറ്റും? മാർക്കില്ലെങ്കിൽ വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. +2 എവിടെയെങ്കിലും അഡ്മിഷൻ കൊടുക്കുമോ നിങ്ങൾ? ഇല്ല, അതുമില്ല. +2 അഡ്മിഷൻ കിട്ടിയെങ്കിൽ ഓക്കെ, സയൻസിന് കിട്ടുമോ? വേറെ ഒരു ഇതിനും കിട്ടത്തില്ല. നമ്മളിത് അപേക്ഷ കൊണ്ടേ വെക്കും, അത് തള്ളിക്കളയും. ഈ തവണ A+ കിട്ടുമോ? A+ ആർക്കെങ്കിലും കിട്ടുമോ? കിട്ടുന്നവർക്ക് ചിലപ്പോൾ മുൻഗണന കാണും. കിട്ടുന്നവർ ബ്രില്യൻ്റ് ആയിരിക്കും കേട്ടോ. തമാശ പറയുമല്ല. A+ കിട്ടുവാണെങ്കിൽ അത് വളരെ വളരെ കഴിവുള്ള പിള്ളേർക്ക്, അങ്ങനെയുള്ള പിള്ളേരെ പകർന്ന പ്രശ്നം. ഇത് അതിനകത്ത് 1000-ൽ 1 കൊച്ചിന് പോലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. A+ കാര്യമൊന്നുമില്ല, പക്ഷേ പിള്ളേർക്ക് അറിയണ്ടേ, പിള്ളേർക്ക് മനസ്സിലാകണ്ടേ. ഈ 15 വയസ്സിൽ എന്തോരം തലച്ചോറ് എന്തോരം വർക്ക് ചെയ്യുന്നത്. 2 പരീക്ഷ വെച്ചാൽ മോഡൽ. എന്നാൽ കുറച്ചും കൂടി ഒരു ടൈം നേരത്തെ ആക്കിയിട്ട് ഒരു പരീക്ഷ